ഇന്ത്യയിൽ വർഗീയത ആളിക്കത്തിക്കുക, മതനിരപേക്ഷത തകർക്കുക, മതേതരത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ഒരേകാധിപതിയുടെ സ്വപ്നമാണ് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തകർക്കേണ്ടതായിട്ടുള്ളത്. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും തകർക്കപ്പെടാൻ പോകുന്ന ഒരു അവസരത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. മോഡിയുടെ ഗവൺമെന്റ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പും നടക്കില്ല. സോവിയറ്റ് ഇന്നത്തെ റഷ്യയിൽ നടക്കുന്ന പുട്ടിന്റെ ഭരണം പോലെ, ചൈനയിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ പ്രവർത്തനം പോലെ ഇന്ത്യയുടെ ജനാധിപത്യവും മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണഘടന മാറ്റുമെന്ന് പറയുന്നു. ഭരണഘടന ഇന്ത്യയുടെ ജനങ്ങൾക്ക് നൽകുന്ന പൗരാവകാശവും ജനാധിപത്യ അവകാശങ്ങളും പരിപൂർണമായി എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന പോലും ഞങ്ങൾ മാറ്റും എന്ന് പറയുന്ന ഒരു നിലപാടാണ് ബിജെപിക്കുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന പോലും മാറ്റുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു. നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പരിപൂർണമായി ഇല്ലാതാക്കുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ സമ്മേളിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ഞാനും പോകേണ്ടതായിരുന്നു. സുപ്രീം കോടതിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള എന്റെ പരാതിയും ഇന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കേൾക്കുന്ന ദിവസമാണ്. ഇന്ന് ഈ കൺവെൻഷൻ ഉള്ളത് കൊണ്ടാണ് പോകാതിരുന്നത്. രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ബോധപൂർവമായ നീക്കം നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. 2019 പൗരത്വ നിയമ ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കാൻ ഇതുവരെ മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അതിന്റെ റൂൾസ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുറത്ത് അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കിയതിന്റെ കാരണം തന്നെ വർഗീയത ആളിക്കത്തിക്കാനുള്ള നീക്കം തന്നെയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനേതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ പറയുന്നു, രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഹിന്ദി അറിയില്ല എന്ന് എനിക്കറിയാം, ഇംഗ്ലീഷും വലിയ വശമില്ല എന്ന് എനിക്കറിയാം. തന്റെ സ്റ്റാഫിനോടെങ്കിലും ചോദിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് പരിഭാഷപ്പെടുത്തി വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്നാരും പറയാറില്ല. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ എക്സിലൂടെയാണ് ഒരു വാർത്ത കൊടുത്തത്. ഇവിടെ ഇരിക്കുന്ന ഈ ശശി തരൂർ എക്സിലൂടെയാണ് പലപ്പോഴും വാർത്തകൾ. നമ്മളെല്ലാവരും എക്സിലൂടെ സംസാരിക്കാറുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എത്രയോ ട്വീറ്റുകളാണ് ശശി തരൂരിന്റെ വായിച്ചിട്ടുള്ളത്. എക്സിലൂടെ കോടിക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു, മല്ലികാർജുന ഖാർഗെ എക്സിലൂടെ സംസാരിച്ചു, അദ്ദേഹം പത്രസമ്മേളനം നടത്തിയില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ഒരു പത്രസമ്മേളനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്നത് എക്സിലൂടെയാണ് എന്നുള്ള കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാതെ പോയതിന് പാവം ഖാർഗെജിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത് തിരുവനന്തപുരം MP ശശി തരൂരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കോൺഗ്രസ് ആയിരുന്നു. ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള CPMന്റെ തന്ത്രം ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ചരിത്രം ഒരിക്കലും അതേപടി ആവർത്തിക്കാറില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, മെനിഞ്ഞാന്ന് ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ
CPM വന്നില്ല, CPI വന്നില്ല. അവർക്ക് ഇന്ത്യ മുന്നണിയോട് താല്പര്യമില്ല. ഞാൻ അറിഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സീതാറാം യെച്ചൂരിയെ വിളിച്ചു പറഞ്ഞതും കൊണ്ടാണ് CPM-ഉം CPI-യും ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ബോംബെയിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പൊ നരേന്ദ്രമോദിയേക്കാൾ BJP-യേക്കാൾ CPM-നുള്ള എതിർപ്പ് കോൺഗ്രസിനോടാണ്, ഇന്ത്യ മുന്നണിയോടാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാണ് അദ്ദേഹത്തിന് പരിഭവം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണയും കേരളത്തിൽ മത്സരിച്ചില്ലേ? വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ്. വികാരപരമായി ജനതയുമായി ബന്ധമുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കണം. ആലപ്പുഴ സീറ്റ് നമ്മൾ പിടിക്കാൻ വേണ്ടി തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അവിടെ നിർത്തി മത്സരിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ കേരളത്തിൽ ചരിത്രപരമായി തന്നെ ഇടതുപക്ഷവും LDF-ഉം UDF-ഉം തമ്മിലുള്ള പോരാട്ടമാണ്. CPM-ന്റെ പറച്ചിൽ കേട്ടാൽ നമ്മൾ എല്ലായിടത്തും മാറിക്കൊടുത്ത് അവരെ വിജയിപ്പിക്കണമെന്നാണെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ശക്തമായി തന്നെ LDF-നെതിരായ പോരാട്ടവുമായി മുന്നോട്ട്. എനിക്കറിയേണ്ടത് നിങ്ങൾ ആർക്കെതിരാണ്? നിങ്ങളുടെ മുഖ്യശത്രു ആരാണ്? നിങ്ങളുടെ മുഖ്യശത്രു ആരാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഇന്ത്യയിൽ കോൺഗ്രസിന്റെ മുഖ്യശത്രു BJP തന്നെയാണ്. കേരളത്തിലെ LDF കൺവീനർ GP ജയരാജൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന നിങ്ങൾ വായിച്ചു കാണും. 4 BJP സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ്. BJP-ക്കാർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ 4 സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന്. അവർ പോലും പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് ഈ 4 സ്ഥാനാർത്ഥികളും BJP-യുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് EP ജയരാജനാണ് ആദ്യം പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു LDF-ഉം BJP-യും തമ്മിലാണ് കേരളത്തിൽ മത്സരം. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അങ്ങയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഈ 4 സ്ഥാനാർത്ഥികളും മികച്ചതാണ് എന്ന ജയരാജന്റെ വാക്കുകളോട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറുണ്ടോ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയുമോ?